ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. എന്തായിരിക്കും ഒന്ന് ഉറക്കെ കരയാൻ പറ്റാതായി പോയത്? ഇത് സിനിമ മാത്രമൊന്നുമല്ല, ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. വീഡിയോ പേരൻസ് കാണുക, ടീനേജേഴ്സ് കാണുക, കൊച്ചു കുട്ടികൾ മുതൽ കാണുക. ലൈംഗിക ചൂഷണങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടാണ്. ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ നടക്കുമ്പോൾ ലൈംഗിക ചൂഷണങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ മുൻപ് പരിചയമില്ലാത്ത ഒരു വികാരം ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഒരു വ്യക്തി വഴി നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് ആങ്സൈറ്റി ആണ്, ഉത്കണ്ഠ എന്ന് പറയും. എല്ലാ വ്യക്തികൾക്കും ആങ്സൈറ്റി തന്നെയാണ് ആ ഒരു ഫ്രഷ് വികാരത്തോട് തോന്നുന്നത്. ഈ ആങ്സൈറ്റി ഉള്ള ചില വ്യക്തികളെ പെട്ടെന്ന് തന്നെ നമ്മൾ കൺവെർട്ട് ചെയ്ത് കൺഫ്യൂസ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സജസ്റ്റിബിലിറ്റി കൂടിയ വ്യക്തികളായിരിക്കും അവർ. ആ ഒരു അവസ്ഥയിലാണ് ഇവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ നിന്ന് പോകുന്നത്. ഹൈലി ഫിസിക്കലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കോൺവെർസേഷന്റെ ലൈനിലൊന്നും പോകത്തില്ല. ഇവര് പതുക്കെ വന്ന് അടുത്തിരിക്കുകയും എവിടെങ്കിലും ഒരു പാർട്ടിൽ, ശരീരത്തിൽ എവിടെങ്കിലും ഒരു പാർട്ടിൽ ടച്ച് ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ അവർ ചിന്തിക്കും, ഇങ്ങനെ കൈയെടുത്ത് മാറ്റണോ വേണ്ടായോ, ഇത് മാന്യനായിട്ടുള്ള ഒരാളാണല്ലോ, ഇയാൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, എന്താ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നൂറുകണക്കിന് ചോദ്യങ്ങളായിരിക്കും മനസ്സിൽ വരുന്നതെന്ന് പറയുന്നത്. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പർശനങ്ങൾ ചിലപ്പോൾ കയ്യിലായിരിക്കാം, കാലിലായിരിക്കാം, ചിലപ്പോൾ സ്വകാര്യ ഭാഗങ്ങളിലായിരിക്കും. എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിലാണോ ഈ സ്പർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അത്രത്തോളം അത് ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യും. നമ്മുടെ തലച്ചോറിന് സഹിക്കാൻ പറ്റുന്നതിന്റെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിൽ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് ആയിട്ടുള്ള ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പെട്ടെന്ന് നമ്മളങ്ങ് പോവുകയാണ്. അപ്പൊ മുതൽ സജഷൻസ് തന്നു തുടങ്ങും. എനിക്കൊരു ഉമ്മ തരൂ, നീ കയറി കിടക്കൂ, നീ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രേരിപ്പിക്കും. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഓറൽ സെക്സിന് വേണ്ടിയിട്ടോ അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അവരറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഒരു ഹിപ്നട്ടൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ ഈ വിക്ടിം പ്രതികരിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറക്കെ കരയാനോ പ്രതികരിക്കാനോ ഇറങ്ങി ഓടാനോ ഒന്നും ഇവർക്ക് പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അവസാനം വളരെ സന്തോഷമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹവും ഉണ്ടായിരിക്കും. ഇതേ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ചില വ്യക്തികൾ വളരെ ക്രൂരമായിട്ട് ഈ സമയത്ത് റിയാക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഇവരെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും വരുന്നത്. അങ്ങനെ രണ്ട് വിധത്തിലുള്ള അവസ്ഥ വിക്ടിംസിനും ഉണ്ടാകാറുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രശ്നമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു, ചെറിയ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ കൊടുത്ത് ഇത് എൻഡ് ചെയ്യുന്നു, വളരെ കെയർ ചെയ്തിട്ട് കാമായിട്ട് സ്നേഹത്തോടു കൂടി തന്നെ പിരിഞ്ഞു പോകുന്നു. അപ്പൊ ഇത് റിപ്പീറ്റ് ആകാനായിട്ടുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ്. വലിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഭവവും അതിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എൻഡിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടർ മാറി തുടങ്ങി നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് കിട്ടിത്തുടങ്ങുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് അപകടമാണ്, ഇത് കണ്ടിന്യൂ ചെയ്തു പോയാൽ പ്രശ്നമാണെന്ന്. അപ്പോഴായിരിക്കും അവർ പരാതിപ്പെടുന്നത്. ഇതെല്ലാം ഓരോ മനുഷ്യന്റെ മാനസികാവസ്ഥകൾ മാത്രമാണ്. നമ്മൾ ഇതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ടീച്ചറോ അമ്മയോ അച്ഛനോ ഒക്കെ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് ടച്ച് ആണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് അതിനെ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഫീലിംഗ് ആയിരിക്കും. ആ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തിടത്തോളം ഈ ആങ്സൈറ്റി ബിൽഡ് ചെയ്ത് പോകുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല. പുതിയതായിട്ടുണ്ടാകുന്ന ഒരു വികാരമാണെങ്കിലാണ് ആ ഒരു ടച്ചിന് അവിടെ ആങ്സൈറ്റി കയറ്റിക്കൊണ്ടുവരാനും പെട്ടെന്ന് തന്നെ കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റോട്ടൊക്കെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. കുട്ടികളെ നമ്മൾ ജസ്റ്റ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമ്മളെ കുട്ടികളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കും, അവരുടെ അടുത്ത് ആ ഫീലിങ്സ് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ പേരൻസ് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. എന്നാലും ഇന്നത്തെ ലോകത്ത് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വളരെ അറിയാവുന്ന വ്യക്തികളൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതിന് തയ്യാറെടുത്ത് നിൽക്കുന്നത്. എന്താണ് പീഡനം എന്നൊരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക പേരൻസും പെട്ടെന്ന് പറയുന്നത് അത് ഉപദ്രവിക്കാൻ നോക്കുന്നതാണ്, വേദനിപ്പിക്കാൻ നോക്കുന്നതാണ്. അങ്ങനെ പെയിനുമായിട്ട് കണക്ട് ചെയ്താ പറയുന്നത്. സോഫ്റ്റ് ഫീലിങ്സുമായിട്ട് പോസിറ്റീവ് ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്ത് പീഡനത്തിനെ പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവർ വിചാരിക്കത്തില്ല ഇതാണ് പീഡനം, ഇങ്ങനെ വരാൻ പോകുന്ന ഒരു കാര്യമാണ് പീഡനം എന്നൊക്കെ. അപ്പൊ ആ കാര്യം ആ ഒരു ആംഗിളിൽ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന നല്ല ഫീലിങ്സുകളിൽ കൂടിയും വളരെ വലിയ തോതിൽ പീഡനം നടക്കാറുണ്ട്. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മറ്റേത് വളരെ ചെറിയൊരു കണക്കായിരിക്കും.